بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിസ്ഡം ഡോർ ടു ഡോർ ദഅവയിലൂടെ ഇന്ന് രാവിലെ മുതൽ ഉച്ച സമയം വരെ ഇതിൻ്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിലൂടെ കടന്നു വന്ന് ഇതിൻ്റെ പ്രവർത്തകന്മാർ നേരിട്ട് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി കേരളത്തിൽ അതിശക്തമായ രീതിയിൽ തന്നെ നടന്നു വരുന്ന എൻലൈറ്റിംഗ് കോൺഫറൻസിന്റെ തുടർച്ചയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഓരോ പ്രഭാഷണങ്ങളും ഓരോ സംസാരങ്ങളും ഈ സദസ്സിൽ കൃത്യമായി ലഭിക്കേണ്ട സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ്, സമയബന്ധിതവുമാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് വിടവാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ തിരക്ക് പിടിച്ച ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തുള്ള ആ തിരക്കുകൾ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിൽ വന്ന് അല്പം ഒന്ന് വിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ചെയറിലിരിക്കുമ്പോൾ, പത്രവും കയ്യിലെടുത്തിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു 4 വയസ്സുള്ള കുട്ടി അടുത്തു വന്നു. തൊട്ടടുത്ത് വന്ന് നിന്ന് അവൻ്റെ പിതാവിനെ ഇങ്ങനെ തോണ്ടി, എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾക്ക് ആ കുട്ടിയോട് സംവദിക്കാൻ ആ സമയം അദ്ദേഹത്തിന് വലിയ പ്രയാസം. അപ്പൊ കുട്ടിയെ ഒന്ന് തൽക്കാലം മാറ്റി നിർത്താൻ വേണ്ടി അദ്ദേഹം ഒരു ഉപാധി സ്വീകരിച്ചു. അവിടെ മുന്നിൽ കിടക്കുന്ന ഒരു പത്രം എടുത്തിട്ട് ആ പത്രത്തിൽ ഒരു ഭൂഗോളത്തിന്റെ ചിത്രമാണ്, ഒരു ലോക ഭൂപടത്തിന്റെ ചിത്രം. അത് പല കഷ്ണങ്ങളായി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കീറി. എന്നിട്ട് ആ കഷ്ണം വാരിയെടുത്ത് കുട്ടിയുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ അല്പസമയം കൊണ്ട് ഈ ഗോളം നേരത്തെ ഉള്ളതുപോലെ ഒന്ന് ക്രമീകരിച്ച് ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. കുട്ടി അതും കൊണ്ട് പോയി. അപ്പൊ ഇയാൾ സ്വസ്ഥമായിട്ട് പിന്നെ പത്രം വായിച്ചിരിക്കുകയാണ്, കുട്ടിന്റെ ശല്യമല്ലേ. പക്ഷെ കുട്ടി പോയ അതേ സമയം തന്നെ അല്പസമയം കഴിഞ്ഞേക്കിന് അതേപോലെ തിരിച്ചു വന്നു, സ്പീഡിൽ തിരിച്ചു വന്നു. ഇതാ ശരിയായി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ആ ഭൂഗോളം ശരിപ്പെടുത്തി
കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭൂപടത്തെക്കുറിച്ചോ ലോക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചോ ഒരറിവുമില്ല. അപ്പോൾ പിതാവിന് ഭയങ്കര അത്ഭുതം, എങ്ങനെ ഇത് പെട്ടെന്ന് ചെയ്ത്, മോനെ എങ്ങനെ എത്ര പെട്ടെന്ന് നീ ഇത് ശരിയാക്കി എടുത്തു എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെനിക്കറിയില്ല, ബോൾ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചു പിടിച്ചു നോക്കൂ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് അതിമനോഹരമായ ഒരു വീടുണ്ട്, ഞാൻ ആ വീട് എനിക്കറിയാം, ആ വീട് എന്ത് ചെയ്തു, ഞാൻ ശരിപ്പെടുത്തി, അതിൻ്റെ സിറ്റ് ഔട്ടും അതിൻ്റെ വാതിലും അതിൻ്റെ ജനലും ഒക്കെ നോക്കി അത് ശരിക്ക് വെച്ചപ്പോൾ എന്തായി, പിന്നെ തിരിച്ചു പിടിച്ചപ്പോൾ ഭൂഗോളം ശരിയായി ചിട്ടപ്പെടുത്തി വന്നിട്ടുണ്ട്. എന്താണ് ഇതിലൊരു വലിയ ആശയം? ഒരു ഭാഗത്ത് ലോകം, മറുഭാഗത്തൊരു ഭവനം. ആ ഭവനം ശരിപ്പെട്ടപ്പോൾ, ആ വീട് ശരിയായി വന്നപ്പോൾ ലോകം ശരിയാകുന്നു എന്ന ഒരു വലിയ സന്ദേശം അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയാണ്. ഈ പന്തലിൽ തടിച്ചുകൂടിയ ഈ പ്രഭാഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഒരു ഭവനത്തിൽ നിന്നൊരു വീട്ടിൽ നിന്ന് വന്നവരാണ്. ഈ ലോകം നന്നാകണം, ശരിയാകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ ശരിയായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാ ഭവനങ്ങളായി മാറിയാൽ ഈ ലോകം താനെ നന്നായിക്കൊള്ളും. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഈ കുടുംബം എന്ന ഈ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ആസൂത്രണങ്ങളും ലോകത്ത് തുടങ്ങിയിട്ട് കുറെ കാലമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സവിശേഷത, കുടുംബ സംവിധാനം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ സാക്ഷരതയുള്ള, സമ്പൂർണ്ണ സാക്ഷരത അവകാശപ്പെടുന്ന കേരളം കുറച്ചുകൂടി കുടുംബമെന്ന സ്ഥാപനത്തെ, ഫാമിലി എന്ന കാഴ്ചപ്പാടിനെ അരക്കിട്ടുറപ്പിച്ച ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത്, ലോകത്ത് തന്നെ ഈ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള ഈ സമൂഹത്തെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, വിപണികളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കുടുംബം എന്ന സംവിധാനത്തെ തകർക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഗൂഢാലോചനകളും നടന്നു വരികയാണ്. കുടുംബം തകർന്നാൽ മാത്രമേ വ്യക്തികൾ ഫ്രീ ആയി മാറുകയുള്ളൂ. പാശ്ചാത്യ നാടുകളിൽ ആ ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം, അവിടെ കുടുംബം എന്ന സാഹചര്യം തകർന്നുപോയി എന്നതാണ്. കുടുംബം തകർന്നു പോയപ്പോൾ വ്യക്തികൾ സ്വതന്ത്രരായി മാറി. ആ വ്യക്തികളെ ഏത് തിന്മയുടെ ആളുകൾക്കും അവരെ പെട്ടെന്ന് റാഞ്ചിക്കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ കുടുംബത്തിലെ ഒരു മെമ്പർ ആണെങ്കിൽ ആ കുടുംബത്തിന്റെ അതിരുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു മകന്, ഒരു മകള്, ഒരു ഭാര്യക്ക്, ഒരു ഭർത്താവിന്, ഒരു മാതാവിന്, പിതാവിന് ചലിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുടുംബം എന്ന സംവിധാനം ഇല്ലാതെയായാൽ മാത്രമേ ഒരു ഫ്രീ സൊസൈറ്റി ഇവിടെ രൂപപ്പെടുകയുള്ളൂവെന്ന്, ഇവിടെ തിന്മ വ്യാപിക്കണമെന്നും അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സാമ്പത്തിക മോഹങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത സംസ്കാരത്തിന് ഈ കുടുംബ സംവിധാനത്തെ തകർക്കുക എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിനുവേണ്ടി കുറേയായി എല്ലാവരും അതിന് സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി, കുടുംബത്തിന്റെ പ്രവേശനം വിവാഹമാണ്. ആ വിവാഹം എന്ന സംവിധാനത്തെ തകർത്തു കഴിഞ്ഞാൽ കുടുംബം എന്ന സംവിധാനത്തെ തകർക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാഹം ഏത് മത വിഭാഗത്തിൽപ്പെട്ടതായിരുന്നാലും വിവാഹം നടക്കുന്നത് കൃത്യമായ ചില മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മതപരമായ ഒരു ചടങ്ങിന്റെ ഭാഗമായി കൊണ്ടാണ്. എന്നാൽ ആ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആർക്കും ആരെയും കല്യാണം കഴിക്കാമെന്നും അതിന് കുടുംബത്തിന്റെയോ മതത്തിന്റെയോ പ്രത്യേകമായ നിയമങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ കാത്തിരിക്കേണ്ടതില്ല എന്ന രീതിയിലാണ് ഇന്ന് ഉത്ബോധനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ശരിയാണോ തെറ്റാണോ എന്ന ഒരു ചർച്ച വ്യാപകമായി കടന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വലിയ അന്വേഷണം നടന്നു, സർവേകൾ നടന്നു.
പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ സർവേ നടന്നു. ആ സർവേയിൽ നിന്ന് കിട്ടിയ വിവരം, അതിൽ നല്ലൊരു വിഭാഗം പെൺകുട്ടികൾ വരെ അവര് പറഞ്ഞത് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ഒരു തെറ്റായി പരിഗണിക്കേണ്ടതില്ല, അതൊരു പാപമായി പരിഗണിക്കേണ്ടതില്ല എന്നതാണ്. അതിന്റെ കൂടെ തന്നെയാണ് സ്വവർഗരതിയെ നിയമപ്രകാരം ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇതുപോലെ മിശ്ര വിവാഹത്തെ പല രീതിയിലും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പോഴിതാ മറൈൻ ഡ്രൈവിൽ നമ്മൾ കേട്ടു, യുവതീ-യുവാക്കൾ, നൂറുകണക്കിന് വരുന്ന യുവതീ-യുവാക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടുള്ള ഒരു സമരം. അതെ, രഹസ്യമായി മനുഷ്യൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ പരസ്യമായി നിർവഹിച്ചുകൊണ്ട് ഏത് ആണിനും ഏത് പെണ്ണിനും എവിടെയും വേൾക്കാമെന്ന രീതിയിലേക്ക് ഇതാ സമൂഹം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിവാഹം താറുമാറായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം കുത്തഴിഞ്ഞു മാറും. അവരുടെ കുട്ടികൾക്ക് നാഥനുണ്ടാവുകയില്ല. കുടുംബം എന്ന ഘടകം ഇവിടെ അടിച്ചുടച്ചു പോകും. അതോടുകൂടി തന്നെ നമ്മുടെ സൊസൈറ്റി നാശത്തിന്റെ, സർവനാശത്തിന്റെ കുഴിയിലേക്ക് ആവതിക്കുമെന്നതിൽ തർക്കിക്കേണ്ടതില്ല. ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ കുടുംബത്തെ ഭദ്രമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സമ്മേളനത്തിൽ ആലോചിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലേക്ക് അത് വരില്ല എന്ന് വിചാരിക്കാൻ ഇനി പാടില്ല. നമുക്കറിയാം, ഇപ്പോഴൊരു പുസ്തകം നമുക്ക് വായിക്കാൻ കിട്ടും. അതർ പേരന്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മറ്റൊരു രക്ഷിതാവ്. എന്താണ് മറ്റൊരു രക്ഷിതാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതേ, ഇന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് മറ്റൊരു രക്ഷിതാവ് ഉണ്ടായിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് മറ്റൊരു രക്ഷിതാവ്. ആരാണ് ആ മറ്റൊരു രക്ഷിതാവ്? ആ മറ്റൊരു അതർ പാരന്റ്. ആ രക്ഷിതാവിന്റെ കീഴിലാണ് ഇന്ന് വളർന്നു വരുന്ന മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും, വെള്ളം കുടിക്കുന്നത് ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കും, നമ്മുടെ മുന്നിൽ നിന്നായിരിക്കും അവർ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം. ദിവസേന നമ്മൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്തൊക്കെ ഒരു 5 മണിയായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വീട്ടിലേക്ക് എത്തിയാൽ നമുക്ക് ആശ്വാസമായിരുന്നു. കാരണം എൻ്റെ മകൻ ഒരു കടത്തിണ്ണയിലും കറങ്ങി നിൽക്കാതെ, ഒരു തെരുവോരങ്ങളിലും കറങ്ങി നിൽക്കാതെ അവനിതാ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് നമുക്ക് സമ്മതിക്കാമായിരുന്നു, സമാധാനിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുന്ന കുട്ടി തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ടാണ്, അമേരിക്കക്കാരനുമായിട്ടാണ്, ബോംബെയിലുള്ള ആളുകളുമായിട്ടാണ്. അവൻ ഏത് ആളുകളുടെ കൂടെയാണ് ഇപ്പോൾ അവൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്, ആരുമായിട്ടാണ് അവൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വാപ്പക്കും ഒരു ഉമ്മക്കും അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ അലകും പിടിയും തട്ടും തറയും തകർപ്പണമാകുന്ന, തെരിപ്പണമാകുന്ന രീതിയിൽ സാമൂഹ്യ സംവിധാനം കടന്നു വന്നിട്ടുണ്ട്. വാട്സപ്പും ഫേസ്ബുക്കും അനുബന്ധമായ സൗകര്യങ്ങളും ഇന്ന് ഓരോരുത്തരെയും ഓരോ തുരുത്തുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിതാക്കൾക്ക് പേടിയാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കൊണ്ടുപോയി ചേർത്ത മക്കൾ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏത് രൂപത്തിലാണ് വരിക എന്ന് എല്ലാവർക്കും ആദിയാണ്, ആശങ്കയാണ്. മക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾ വല്ലാത്ത ബേജാറിലാണ്. എന്താണ് സഹോദരങ്ങളെ പരിഹാരം? ഈ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇവരിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ഇനി ഈ ലോകത്ത് സാധ്യമല്ലെന്ന് മാത്രമല്ല, അവർക്ക് പഠിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഈ ആധുനികമായ സൗകര്യങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമല്ല. പിന്നെ എന്താണ് പരിഹാരം? അതെ, ഈ സംവിധാനങ്ങൾ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ന്യൂനത ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളനങ്ങളും സിമ്പോസിയങ്ങളും അവസാനിപ്പിക്കാനല്ല ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ സംവിധാനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് പ്രകാശം പരത്താൻ കഴിയും, എങ്ങനെ പ്രകാശമുള്ള ഭവനങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഈ വാട്സപ്പും ഫേസ്ബുക്കും ആധുനിക സംവിധാനങ്ങളും തന്നെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കാം, രാജ്യസ്നേഹമുള്ളവനായി പഠിപ്പിക്കാം, ആത്മാർത്ഥതയുള്ളവനായി പഠിപ്പിക്കാം എന്ന ഒരു അന്വേഷണത്തിൽ നിന്നാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന സവിശേഷമായ ഈ പ്രബോധന സംരംഭം, ഈ ഇസ്ലാമികമായ ആഗോള തലത്തിലുള്ള ഒരു ദൗത്യം ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണെന്നോ? അതിന്റെ അടിസ്ഥാനം ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പൊന്നുമകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പമാരോടും
ഉമ്മമാരോടും അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ മെമ്പറോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നന്നാകണമെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് കൊടുത്ത ആ ഉപദേശം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പ്രകാശമുള്ളതായി മാറും, സ്വസ്ഥതയുള്ളതായി മാറും. യാ ബുനയ്യ, പൊന്നുമകനെ, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, പൊന്നുമകനെ, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയെപ്പോലുള്ള അത്രയും ചെറിയൊരു സംഗതിയാണെങ്കിൽ പോലും അത് ഒരു പാറക്കെട്ടിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി വെച്ചാലും അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു പടച്ച തമ്പുരാൻ എന്നാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്താലും അതാര് കണ്ടില്ല എങ്കിലും ഏകനായ പടച്ച തമ്പുരാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുമണിത്തൂക്കം നന്മയാകട്ടെ തിന്മയാകട്ടെ നിങ്ങൾ ചെയ്താൽ അത് നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും, നിങ്ങൾക്ക് കാണിക്കുക തന്നെ ചെയ്യും. ഏത് കോടതിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടാലും, എത്ര നമുക്ക് പണവും സംവിധാനങ്ങളും ഉണ്ടായാലും, എവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാലും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയില്ല. ഏത് സമയത്തും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുവുണ്ട് എന്ന് നിങ്ങളുടെ മകനെ നിങ്ങൾ പഠിപ്പിച്ചാൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചാൽ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുകയില്ല, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുകയില്ല, മക്കൾ അന്യ സമുദായക്കാരുടെ കൂടെ സ്വന്തം വരനെ തേടി മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോവുകയില്ല. അതെ, ഇവിടെ ചതികളും ചൂഷണങ്ങളും വഞ്ചനകളും വ്യഭിചാരവും അതുപോലെ തന്നെ മദ്യാസക്തിയും ലഹരിയും ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവുകയില്ല. അതില്ലാത്ത ഉത്തമമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതി ഏകദൈവ വിശ്വാസത്തിലൂടെ, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മയിലൂടെ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആ ബോധം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അതിനവരെ പഠിപ്പിക്കണം. അതിന് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് സമയം കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ അഥവാ QHLS എന്ന് പറയുന്ന സംവിധാനം. ഇൻഷാ അല്ലാഹ് ആ QHLSന്റെ സംസ്ഥാന സംഗമം ഈ വരുന്ന ഡിസംബർ 21-ാം തീയതി തൃശൂർ ശക്തൻ തമ്പുരാൻ നഗരിയിൽ വെച്ചുകൊണ്ട് നടക്കാനിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു സംവിധാനത്തെ പോഷിപ്പിക്കുകയും അത്തരം പരിപാടികളിൽ ഓരോ പ്രദേശത്തുമുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ നമ്മുടെ മക്കൾ പോയി പഠിക്കുകയും കുടുംബസമേതം പങ്കെടുക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും സ്വയം പഠിക്കുകയും വളരുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെ പോലെയുള്ള ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് കണ്ണിചേരാം. അൽഹംദുലില്ലാ, ഇന്ന് ഈ എൻലൈറ്റിംഗ് കോൺഫറൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് സാധാരണ ഒരു സമ്മേളനമല്ല. ഈ 4 മണി സമയത്ത് തന്നെ ഈ പന്തൽ നിറഞ്ഞു കവിയാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വിസ്ഡത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് വിസ്ഡം റൂട്ട്സ് അഥവാ വേരുകൾ എന്നാണ് അതിന്റെ അർത്ഥം. താഴ്ഭാഗത്തേക്ക് കടന്നു പോവുക അഥവാ ഓരോ വീടുകളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ചെന്നുകൊണ്ട് ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കുക. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട്, ഇസ്ലാമികമായ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട്, ആർക്കും ഒരു വേദനയില്ലാതെ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു മതത്തിൽ ബലാത്കാരമില്ല. എന്നാൽ ഈ കാര്യം കൃത്യമായി തന്നെ അറിയിച്ചുകൊണ്ട്, ആളുകൾക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അൽഹംദുലില്ലാ, വിസ്ഡത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലെ മുഴുവൻ വീടും സന്ദർശിക്കുക എന്നതാണ്. മുഴുവൻ വീട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെന്ന് സംസാരിക്കുക. ഒരുപാട് മുസ്ലിം സംഘടനകൾ ഇവിടെ നിലവിലുണ്ട് എന്ന് നമുക്കറിയാം, പ്രവർത്തനങ്ങളുണ്ട് എന്നറിയാം, പ്രഭാഷണങ്ങൾ ഉണ്ടെന്നറിയാം. പക്ഷെ അതൊക്കെ എല്ലാ സദസ്സിലും വരുന്നത് ഒരേ ടീമാണ്. ആ ഖുർആൻ ക്ലാസിന്റെ അവിടെയും പൊതുപരിപാടിന്റെ അവിടെയും എവിടെ നോക്കിയാലും വണ്ടിയെടുത്ത് പോകുന്നതൊക്കെ ഒരേ ടീമാ. എന്നാ പത്രം എടുത്ത് നോക്കിയാലോ, എന്ത് വൃത്തികേട് നടന്നാലും, കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാലും, അതുപോലെ തന്നെ എന്തെങ്കിലും വേണ്ടാത്തരം നടന്നാലും അതിലൊക്കെ ഒരു ഹാജിയാരോ ഒരു മുസ്ലിം നാമധാരിയോ ഉണ്ട്. ജനങ്ങൾ ചോദിക്കുകയാണ്, ഇത്രയും പ്രഭാഷണവും നടന്നിട്ട് എന്താണ് ഈ സമുദായത്തിൽ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? അവിടെയാണ് വിസ്ഡത്തിന്റെ സംഘാടകർ തിരിച്ചറിഞ്ഞത്, ഇതൊന്നും കേൾക്കാത്തൊരു സമൂഹം ഇവിടെയുണ്ട്. അരിച്ചാലിൽ കിടക്കുന്നവരുണ്ട്. അതെ, ഈ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. അവരുടെ വീടുകളിലേക്ക് നമുക്ക് എത്തണം. അതെ, അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി തുടക്കമിട്ടു. ഞങ്ങൾ തന്നെ ആലോചിച്ചു, പടച്ചോനെ, ഇത് എല്ലാ വീട്ടിലും എത്താൻ കഴിയോ? ഈ ഒരു കൂട്ടായ്മക്ക് അത് കഴിയോ? ആലോചിച്ചു നോക്കിയപ്പോ 27,000 ആളുകൾ 3 മണിക്കൂർ കേരളത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും കയറാൻ കഴിയുമെന്നാണ്
അന്വേഷണത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ദിവസം അതൊരു 1.5 വർഷം കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ കഴിയും. നമുക്കൊരു 27,000 ആളുകളല്ലല്ലോ ഉള്ളത്, നമ്മുടെ അനുഭാവികളും പ്രവർത്തകന്മാരും എത്രയോ ഇരട്ടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലായത്. ആദ്യം ഇത് തുടങ്ങിയത് കാസർഗോഡാണ്, അവിടെ 10,000 ചില്ലാനം വീടുകളിൽ നമുക്ക് കയറാൻ സാധിച്ചു. രണ്ടാമത് നടത്തിയത് തൃശൂർ ജില്ലയിലെ കൊച്ചനൂരിലാണ്, അവിടെ 12,000 വീടുകൾ സന്ദർശിക്കാൻ കഴിഞ്ഞു. പിന്നീട് നടത്തിയത് കരുനാഗപ്പള്ളിയിലാണ്, ആ കരുനാഗപ്പള്ളിയിൽ 22,000 വീടുകൾ സന്ദർശിച്ചു. ഇന്ന് 4ാമത്തത് ഇവിടെയാണ് നടത്തിയത്, 58,351 വീടുകൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നമുക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ ഇന്നത്തെ പരിപാടിയിലൂടെ സാധിച്ചു. ഇത് ഇപ്പോൾ തന്നെ 1,00,000-ലധികം വീടുകൾ കവർ ചെയ്തു. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അതിന് കഴിയും. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ. നമുക്ക് ഇതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് വാങ്ങാൻ വേറൊരു ലക്ഷ്യവും നമുക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, ഇതിനെ എല്ലാവരും സഹായിക്കണം. ഇതൊരു നന്മയുള്ള പ്രവർത്തനമാണ്, എല്ലാവരും സഹായിക്കണം. എല്ലാവരുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഈ രാജ്യത്ത് ഇത് നടത്തുമ്പോൾ ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആളുകൾ വീട്ടിൽ കയറി ഇത് കൊടുത്തു പോരുമ്പോൾ അതാ അവർ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി എന്നൊക്കെ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്, അത് പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ട്. പക്ഷേ സ്റ്റേഷനിലുള്ള ആളുകൾ നിങ്ങൾ എന്താ കൊടുത്തതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള പുസ്തകം കാണിച്ചു കൊടുക്കുമ്പോൾ അതൊരാവർത്തി വായിക്കുമ്പോൾ അവർ പറയും, ഇതാണല്ലേ, ഇതിലെന്തൊരു കുഴപ്പമില്ലല്ലോ, അവിടുന്ന് പോരും. അതെ, ആളുകൾ അടുത്തറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.